കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും ദിവ്യപ്രകാശം അണഞ്ഞു. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. സഭയുടെ 2000 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പോപ്പുകളിൽ ഒരാൾ കൂടിയായിരുന്നു ഫ്രാൻസിസ് പോപ്പ്. 88-ാം വയസ്സിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മരണത്തിന് കീഴടങ്ങിയത്. ശാരീരിക അവശതകൾ മൂലം ബെനഡിക്ട് 16 പാപ്പ 2013 ഫെബ്രുവരി 28-ന് രാജിവെച്ചതിനെ തുടർന്നാണ് കത്തോലിക്ക സഭയുടെ 266-ാമത് മാർപ്പാപ്പയായി ജോർജ് മരിയോ ബെർഗോളിയോ എന്ന ഫ്രാൻസിസ് പാപ്പ സ്ഥാനാരോഹിതനാകുന്നത്. അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിലേക്ക് ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ മരിയോ ജോസ് ബെർഗോളിയോയുടെയും മരിയ സിവോരിയയുടെയും 5 മക്കളിൽ ഒരാളായി 1936 ഡിസംബർ 17-നാണ് ബെർഗോളിയോ ജനിച്ചത്. പോപ്പായി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു അദ്ദേഹം. ലാറ്റിൻ അമേരിക്കയിൽ നിന്നും പോപ്പായ ആദ്യത്തെ വ്യക്തി കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ് എന്നീ നിലകളിലും ഇദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ മാർപ്പാപ്പമാരിൽ ഒരാൾ എന്ന നിലയ്ക്ക് ലോകമെങ്ങും സ്വീകാര്യനായ ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയ്ക്കുള്ളിലെ നവീകരണത്തിന്റെ പുതിയ അധ്യായം കൂടിയായിരുന്നു. കത്തോലിക്ക സഭയുടെ തലവനായി അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മാർപ്പാപ്പയും ആദ്യമായി ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച മാർപ്പാപ്പ എന്ന ഖ്യാതിയും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കാണ്. അർജന്റീനയിൽ നിന്നുള്ള ജോർജ് മരിയോ ബെർഗോളിയോ എന്ന ജെസ്യൂട്ട് കർദിനാൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചരിത്രത്തിന്റെ വലിയൊരു നിയോഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. സമ്പത്തിനൊപ്പം തന്നെ ദാരിദ്ര്യവും വരിഞ്ഞുമുറുക്കുന്ന ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാളിന്റെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് പാവപ്പെട്ടവരോടൊപ്പം ജീവിക്കുവാനും അവർക്കൊപ്പം യാത്ര ചെയ്ത് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനുമൊക്കെ സമയം കണ്ടെത്തിയത് പരമ്പരാഗത സങ്കല്പങ്ങളെ അട്ടിമറിക്കുന്നതായി. പേര് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ തന്റെ വഴികൾ വ്യത്യസ്തമാണെന്ന് ഫ്രാൻസിസ് പാപ്പ ലോകത്തിന് വെളിപ്പെടുത്തി. കത്തോലിക്ക സഭയുടെ 2000-ലധികം വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഫ്രാൻസിസ് എന്ന പേര് ഒരു മാർപ്പാപ്പ സ്വീകരിക്കുന്നത്. പാവങ്ങളുടെ പുണ്യവാളൻ എന്നറിയപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പേര് തിരഞ്ഞെടുത്തതിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. ദരിദ്രരോടും സകല ജീവജാലങ്ങളോടുമുള്ള സ്നേഹത്തിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധനാണ് അസീസിയിലെ ഫ്രാൻസിസ്. ഉന്നത കുലജാതനായിട്ടും സമ്പത്തിന്റെ മടിത്തട്ടിൽ അഭിരമിച്ചിട്ടും അതെല്ലാം ക്രിസ്തുവിനോടും മനുഷ്യനോടുമുള്ള സ്നേഹത്തെ പ്രതി ഉപേക്ഷിച്ച് ദാരിദ്ര്യം വ്രതമായി എടുത്തയാൾ. അവസാനത്തെ ഉടുതുണി പോലും തെരുവിലെ ദരിദ്രന് കൊടുത്തയാൾ. ഇങ്ങനെയുള്ള വിശുദ്ധ ഫ്രാൻസിസിന്റെ പേര് സ്വീകരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രതീക്ഷിച്ചതുപോലെ ദരിദ്രരുടെ പക്ഷത്ത് നിന്ന് സഭയെ മുന്നോട്ട് നയിക്കാനാകുമെന്ന് തെളിയിച്ചു. ജീവിതത്തിലെ ലാളിത്യം മാർപ്പാപ്പയായി സ്ഥാനമേറ്റ ശേഷവും ഫ്രാൻസിസ് പാപ്പ പിന്തുടർന്നു. മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക അപ്പാർട്ട്മെന്റ് ഉപയോഗിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം പകരം 2 മുറികൾ മാത്രമാണ് ഉപയോഗിച്ചത്. മറ്റ് കർദിനാൾമാരോടൊപ്പമായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. മറ്റു മതങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വ്യക്തമായ ധാരണകളുണ്ടായിരുന്നു. മനുഷ്യരെ മറന്നുകൊണ്ട് ജീവിച്ചാൽ ദൈവവുമായി യഥാർത്ഥ ബന്ധം സാധ്യമാകില്ലെന്ന് സന്ദേശം നൽകിയ ഫ്രാൻസിസ് പാപ്പയിൽ ലോകം പുതിയൊരു മാതൃകയെയാണ് കണ്ടത്. കാൽപന്തിനെ നെഞ്ചേറ്റിയ പുരോഹിതനായിരുന്നു അദ്ദേഹം. അർജന്റീന ഫുട്ബോൾ ലീഗിലെ പ്രമുഖ ടീമായ സാൻ ലോറൻസോ ക്ലബിന്റെ ഔദ്യോഗിക അംഗമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ബ്യൂണസ് ഐറിസിന് സമീപമുള്ള ബോയിഡോ നഗരമാണ് ലോറൻസോ ക്ലബിന്റെ കേന്ദ്രം. ക്ലബിനു വേണ്ടി നിരവധി സഹായങ്ങൾ ചെയ്തിരുന്ന മാർപ്പാപ്പയ്ക്ക് 2008-ൽ സാൻ ലോറൻസോയുടെ ഔദ്യോഗിക അംഗത്വ കാർഡ് ലഭിച്ചിരുന്നു. ഈസ്റ്റർ ദിനത്തിൽ വിശ്വാസികൾക്ക് നൽകിയ സന്ദേശത്തിലടക്കം തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങുന്നത്. ലോകം ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ച വേളയിലായിരുന്നു ഏറെ നാളുകൾക്ക് ശേഷം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിലെ ബാൽക്കണിയിൽ നിന്ന് മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്തത്. അവസാന സന്ദേശത്തിലും ഗാസയിൽ ഉടൻ തന്നെ വെടിനിർത്തൽ കൊണ്ടുവരണമെന്ന് ആഹ്വാനം ചെയ്ത മാർപ്പാപ്പ ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഗാസയിലെ സ്ഥിതി ദയനീയമാണെന്ന് പറഞ്ഞ മാർപ്പാപ്പ ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിനോട് ആവശ്യപ്പെട്ടിരുന്നു. US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി ഈസ്റ്റർ ദിനത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയിലും തന്റെ നിലപാടുകൾ ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കിയിരുന്നു.